ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ നമ്മുടെ പ്രിയ പരമ്പരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദേവമംഗലത്ത് കണ്ട പാവം പിടിച്ച അനുവിൽ നിന്നൊക്കെ ഒരുപാട് അനുസരി മാറിയിട്ടുണ്ട്. കൃഷ്ണമംഗലത്ത് അവൾ എന്തിനു തയ്യാറായിട്ടാണ് അതുകൊണ്ട് തന്നെ അലോകിന്റെ ഓരോ അടവുകളും അനുവിന്റെ അടുത്ത് നടക്കുന്നുമില്ല. രണ്ടും കൽപ്പിച്ച നമ്മുടെ അനു നിൽക്കുന്നത്. അച്യുതൻ അലോകിനോട് അനുവിനെ സംശയമുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അവള് തന്നെയാകും ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്നൊരു സംശയം അലോകിന്റെ മനസ്സിലേക്കും കടന്നു വരികയാണ്. കാരണം തങ്ങൾ ഇന്ന് ഇങ്ങനൊരു ഡീല് നടത്തുന്ന കാര്യം ഈ വീട്ടിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പം അനുശ്രീ തന്നോടുള്ള പക വീട്ടിയതാകുമോ എന്നൊക്കെയുള്ള ചിന്ത അലോകിന്റെ ഉള്ളിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന അനുവിനെ കാണുക. അപ്പൊ അനു പറയും, എന്തായാലും കഷ്ടമായി പോയി. നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരോടൊന്നും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയാം. അതെനിക്ക് മനസ്സിലാകുന്നുണ്ടടി എന്ന് അലോകും പറയാണ്. അല്ല, എൻ്റെ അമ്മാവന്മാര് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ ഇന്നിപ്പം അവരെടുത്തോണ്ട് പോയത്. സാരമില്ല എന്ന് പറയാണ്. നമ്മളിങ്ങനെ ഇൻകം ടാക്സുകാരെയൊക്കെ വെട്ടിക്കാൻ പാടുണ്ടോ? എല്ലാം കറക്റ്റായിട്ട് ടാക്സ് അടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. അത് കേൾക്കുമ്പം അലോകിന് പൂർണ്ണമായിട്ടും അനുവിന് സംശയം തോന്നുക. ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിച്ചാൽ ഞാനത് വിശ്വസിക്കുമെന്ന് നീ കരുതിയോടി എന്ന് ചോദിക്കാം. അലോക് എന്താ പറഞ്ഞു വരുന്നത് എന്ന് അനുശ്രീയപ്പ ചോദിക്കും. എന്നെയും എൻ്റെ കുടുംബത്തെ മുഴുവനും ഇത്രയും വലിയൊരു കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നീ കിടന്ന് അഭിനയിച്ചാൽ എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഞാനൊരിക്കലും അത് വിശ്വസിക്കില്ലടി. നീ തന്നെ ഇതിന്റെ പിന്നില്. എന്നോടും എൻ്റെ കുടുംബത്തോടും ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള വ്യക്തി നീയാ. അതുമല്ല, ഇന്ന് ഞങ്ങള് ഇങ്ങനൊരു ഡീല് നടത്തുന്ന കാര്യം നിനക്കല്ലാതെ മറ്റാർക്കും പുറത്തൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ളപ്പം നീ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതെ, ഞാനാ ചെയ്തത് എന്ന് അനുപ പറയാം. എന്തു പറഞ്ഞടി? ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും ചതിച്ചിട്ട് നീ സന്തോഷത്തോടെ നിൽക്കുന്നോ എന്ന് ചോദിക്കാം. അല്ല, അലോകല്ലേ എന്നെ തെറ്റുകാരിയാക്കാൻ നോക്കിയത്. അപ്പം ഞാനത് സമ്മതിച്ച് തന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. അല്ല, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്തേനെ. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടാതെ പോയല്ലോ എന്നോർത്ത സങ്കടം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ ഇങ്ങനൊരു കാര്യം നടത്തുന്നത് ഞാൻ നേരത്തെ അറിയേണ്ടതായിരുന്നു. എങ്കിൽ ഈ കുടുംബത്തിന്റെ അസ്ഥിവേരിളകുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചേനെ എന്ന് പറയാം. നീ എന്തു പറഞ്ഞടി? നീ തന്നെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് അലോക അനുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ കേട്ടോ. അപ്പൊ അനുവിന്റെ കണ്ണൊക്കെ തുറച്ചു വരിക. അപ്പം അനു ആണെങ്കിൽ വിടലോക എന്ന് ആംഗി കാണിക്കുന്നുണ്ട്. നിന്നെ വിടത്തില്ലടി. നീ കളിച്ച് നിന്റെ കുടുംബത്തിൽ കയറിയാ കളിച്ചത്. നീ എന്നോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ ക്ഷമിക്കുന്നതാ എന്ന് കരുതി ഇതെനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ലടി. നിന്റെ കള്ളത്തരം ഇന്ന് എല്ലാവരുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും എന്ന് പറയാം. പെട്ടെന്ന് അനു ആണെങ്കിൽ അലോക് പിടിച്ചിരിക്കുന്ന കൈയൊക്കെ വിടിപ്പിക്കാണ് കേട്ടോ. അത് കാണുന്ന അലോകിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത്രയും ബലത്തിൽ താൻ പിടിച്ച കൈയാണ് അനു ഈസി ആയിട്ട് വിടിപ്പിച്ചത്. നീ എന്താടാ എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത്? നീ നേരത്തെ കണ്ട അനുശ്രീയെ വെച്ച് എന്നെ അളക്കാൻ നിൽക്കരുത്. ആ അനുശ്രീ മരിച്ചു. ഇത് പുതിയ അനുവാ. നിന്നെ എനിക്ക് പേടിയായിരുന്നെങ്കിലേ ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ സത്യം പറഞ്ഞ് അവരുടെ കൂടെ തന്നെ പോയേനെ. ഞാൻ ഈ താലിയെടുത്ത് എൻ്റെ കഴുത്തിൽ ചാർത്തി നിന്റെ കൂടെ നിന്റെ ഭാര്യയായിട്ട് ഈ കൃഷ്ണമംഗലത്തേക്ക് വരുന്നു തീരുമാനിച്ചപ്പോൾ തന്നെ നിനക്ക് കരുതണ്ടേടാ. ഞാൻ പഴയ അനു അല്ലെന്ന് രണ്ടും കൽപ്പിച്ച ഞാനിവിടെ നിൽക്കുന്നത്. നിന്നെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാന്നേ എനിക്ക് വ്യക്തമായിട്ട് എന്നൊക്കെ നല്ല മാസ് ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് നമ്മുടെ അനു അലോകിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. എന്നോട് നീ ഒരു കാര്യം ചെയ്യുമ്പം 100 തവണ നീ ചിന്തിക്കണം. മനസ്സിലായോടാ എന്നും ചോദിച്ച് 2 ഇടിയും കൂടി കൊടുക്കണം കേട്ടോ. എൻ്റെ പൊന്നനു, എന്നെ ഒന്ന് വിട് എന്നും പറഞ്ഞ് അലോക് കരയാ. അപ്പൊ അനു ആണെങ്കിൽ അതിനേക്കാൾ ഓളിയത്തിൽ കിടന്ന് കരയൂട്ടോ. അയ്യോ, ഓടി വരണേ എന്നും ചോദിച്ച്. അപ്പൊ അനുവിന്റെ അഭിനയം കാണുന്ന അലോക് ഞെട്ടിത്തരിച്ചു നിൽക്കുക. നീ എന്നെ തല്ലിയിട്ട് നീ എന്തിനാടിയേ കിടന്ന് കരയുന്നേ എന്ന് അപ്പം അനുശ്രീ പറയും. അത് നീ ഇപ്പൊ കണ്ടോ? നിന്റെ വീട്ടുകാരെല്ലാം ഇവിടെ ഇപ്പം നിരന്ന് നിൽക്കും. അവരോടെ ഞാൻ എന്താ പറയുന്നതെന്ന് മോൻ ഇപ്പൊ കണ്ടോ എന്ന് പറയാ. ദേ അനു, കൂടുതൽ കളിക്കില്ല കേട്ടോ. നീ കളിച്ചത് എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് നിന്നെ സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന് നീ എന്തൊക്കെയാ എന്നെ ചെയ്തത്? അങ്ങനെ നീ എന്നെ സംശയിക്കാൻ പാടുണ്ടോ അലോകെ എന്ന് അനുശ്രീ അപ്പൊ ചോദിക്കാണ് കേട്ടോ. അപ്പൊ ഇവളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് നമ്മുടെ ഇന്ദ്രാമയും നന്ദിനിയും രാജശ്രീയൊക്കെ ഓടി വരിക. പിന്നാലെ തന്നെ അച്യുതനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്യുതന് സംശയം തോന്നുക, അലോകിനെ അവളെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തു കാണുമോ? അവനോട് ഞാൻ പറഞ്ഞതാ ഇക്കാര്യം മനസ്സിൽ വെക്കണമെന്ന്. തഞ്ചത്തില് അനുശ്രീയാണോ തെറ്റുകാരി എന്ന് മനസ്സിലാക്കണമെന്ന്. എന്നിട്ട് അവൻ എന്ത് മണ്ടത്തരവും ഈ ചെയ്തു വെച്ചിരിക്കുന്നേ എന്നൊക്കെ പറയാം. എന്താ അച്ചുവേട്ടൻ നിന്ന് ചിന്തിക്കുന്നേ? പിള്ളേരുടെ റൂമിൽ നിന്ന് കരച്ചിൽ കേട്ടില്ലേ എന്ന് അപ്പൊ രാജശ്രീ പറയാം. അപ്പം അനു, മോളെ വാതിൽ തുറന്നേ എന്നും പറഞ്ഞ് ഇന്ദ്രാമ്മ വാതിലിനിട്ട് കൊട്ടുവാണ് കേട്ടോ. അപ്പം നന്ദിനിയും വിളിക്കും, എടാ അലോകെ, അനുശ്രീ വാതിൽ തുറന്നേ എന്ന് പറയാം. അപ്പം പതിയെ അനുശ്രീ പോയി വാതിൽ തുറക്കുക. എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് കരയാം. അപ്പം ഇന്ദ്രാമ്മയെ കാണുമ്പോഴത്തേക്കും പോയി കെട്ടിപ്പിടിക്കുക.
എന്നിട്ട് പറയും, അമ്മമ്മേ ഇവൻ എന്നെ കൊല്ലാൻ നോക്കി, ഇത് നോക്കിക്കേ, എൻ്റെ കഴുത്ത് കണ്ടോ, ഇവൻ എന്നെ കൊല്ലാൻ നോക്കിയതാ. എന്താ മോളെ ഈ പറയുന്നത്, അലോക് നിന്നെ കൊല്ലാൻ നോക്കുകയോ എന്ന്. അപ്പം നന്ദിനി ചോദിക്കുക, അതെ അതെ അവൻ അങ്ങനെ തന്നെ ചെയ്തു അമ്മായി എന്ന് പറയാണ്. എന്തിന് എന്ന് അപ്പം പെട്ടെന്ന് ഇന്ദ്രാമ്മ ചോദിക്കുക, ഇവൻ പറയുന്നത് ഇന്നിവിടെ റെയ്ഡ് നടന്നതിൻ്റെ പിന്നിൽ ഞാനാ ഇവരെ ചതിച്ചതെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമോ? എൻ്റെ അച്ഛനെ അമ്മയും ഏട്ടന്മാരെയും എല്ലാം വേദനിപ്പിച്ചുകൊണ്ട് ഇവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാ, അതും ഇവനോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെയുള്ള ഞാൻ ഈ കുടുംബത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷേ ഇവൻ എന്നെയാ സംശയം. ഈ കുടുംബത്തിൽ പുറത്തു നിന്നുള്ള ആള് ഞാൻ മാത്രമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനൊരു തെറ്റ് ചെയ്തത് ഞാനാണെന്ന് ഇവൻ പറയുന്നത്. ഇന്ന് ഇവിടെ എന്തോ ബിസിനസ് ഡീലൊക്കെ നടക്കുന്നില്ലായിരുന്നോ, എന്തോ പ്രോപ്പർട്ടിയുടെ കാര്യം, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അത് എനിക്കറിയാമെന്നും അക്കാര്യമൊക്കെ ഇൻകം ടാക്സ് ഓഫീസറെ വിളിച്ച് അറിയിച്ചത് ഞാനാണെന്നുമാ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. അപ്പം ഇന്ദ്രാമ്മ മുന്നോട്ട് കയറി നിൽക്കുക, അലോകെ ഇവള് പറയുന്നതൊക്കെ സത്യമാണോ? എൻ്റെ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുക. അതെ അതെ മുത്തശ്ശി, ഇവൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, നോക്ക് എൻ്റെ കഴുത്ത് എന്ന് പറഞ്ഞ് കാണിച്ച് തരുക. അതുമാത്രോ ആ തലേണയെടുത്ത് എൻ്റെ മൂക്കടച്ച് എന്നെ കൊല്ലാനും നോക്കി. അവൻ അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇവനോടുള്ള എൻ്റെ സകല സ്നേഹവും ഇവൻ കണ്ടില്ലെന്ന് നടിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും കരയാം. അത് കാണുമ്പം രാജശ്രീ നന്ദിനിയും കൂടി വന്നിട്ട് പറയും, അലോകെ നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ? നിന്റെ മനസ്സിൽ എന്തോ കരട് കയറിയിട്ടുണ്ട്. അതിന് നീ അനുവിനോടാണോ ഇങ്ങനെ ചെയ്യേണ്ടത്? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട എന്താവശ്യം എനിക്കുള്ളത്? അങ്ങനെ ഇവനോട് പ്രതികാരം വീട്ടാനോ ഈ കുടുംബത്തോട് പ്രതികാരം വീട്ടാനോ ഒക്കെ ആണെങ്കിൽ ഇവൻ്റെ പിന്നാലെ ഞാൻ വരുമോ? എൻ്റെ ജീവിതം നശിച്ച് ഇവൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വരുമോ? അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യുമോ? ഒരിക്കലുമില്ല. എനിക്ക് എല്ലാവരെക്കാളും വലുത്, എന്തിനാ എന്നേക്കാൾ വലുത് ഇവനായതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മുഴുവനും വെറുപ്പിച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നത്. പക്ഷേ ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നുക എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, മോളെ അവനെ ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാതെ വന്ന അവസ്ഥയിൽ അങ്ങനെ പ്രവർത്തിച്ചു പോയതാ. മോൾ ഒരു തെറ്റും ചെയ്യലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ എന്ന് പറയാം. വേണ്ട, നിങ്ങളുടെ മനസ്സിലും ഞാൻ ആ തെറ്റുകാരി എന്നൊരു ചിന്തയുണ്ടെങ്കിൽ എനിക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ദേ എൻ്റെ ഫോൺ, ഈ ഫോണല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് എന്നും പറഞ്ഞ് അനുശ്രീ ഫോൺ എടുത്ത് മുന്നോട്ട് നീട്ടുക. എന്നിട്ടും അച്യുതൻ്റെ കയ്യിലോട്ടാട്ടോ കൊടുക്കുന്നത്. നോക്ക്, അമ്മാവൻ തന്നെ നോക്ക്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ എന്നും പറഞ്ഞ് നമ്മുടെ അനു അഭിനയിച്ചങ്ങ് തകർക്കുകയാണ് കേട്ടോ. അത് കാണുമ്പം അലോകിനും അച്യുതനും ഒക്കെ കുറ്റബോധം തോന്നിപ്പോവാണ് കേട്ടോ. കാരണം ആ കുട്ടി നിരപരാധിയാണെന്ന്. അപ്പം അലോക് പെട്ടെന്ന് ഫോൺ മേടിച്ച് നോക്കുക. അതിൽ അനുശ്രീ ആരെയും ഫോൺ വിളിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. എന്നിട്ട് കോൾ ഹിസ്റ്ററിയും എല്ലായിടത്തും ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇനി അവൾ ഡിലീറ്റ് ചെയ്തതാണോ എന്നറിയാൻ അതും നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അനുവിനെതിരായിട്ട് തെളിവുകൾ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്കങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ തന്നെ ഇത് എൻ്റെ കുടുംബമല്ലേ, എൻ്റെ കുടുംബത്തിന് ദോഷം വരുന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ എങ്ങനെ തോന്നി എന്നൊക്കെ അലോകിനോട് ചോദിക്കാം. എന്നിട്ട് അച്യുതൻ്റെ അടുത്തേക്ക് ചെല്ലും. അമ്മാവൻ പറയണം, അമ്മാവനും എന്നെ സംശയമാണോ? ഇല്ല അമ്മാവ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇവനെ മാത്രം വിശ്വസിച്ച് ഇവൻ്റെ കൈയും പിടിച്ച് ഇറങ്ങി വന്നവളാ ഞാൻ. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്ന് പറയാം. അപ്പം ഇന്ദ്രമ്മ പോയി ചേർത്ത് പിടിക്കുക. മോളെ അവനൊരു അബദ്ധം പറ്റിയതാ, എൻ്റെ മോള് ക്ഷമിക്കുക. ദേ അലോകെ, ഇനി എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ നീ വേദനിപ്പിച്ചാണ്ടല്ലോ നിന്നോട് മറുപടി പറയുന്നത് എൻ്റെ ഈ കൈകളായിരിക്കും എന്ന് പറയാം. അപ്പം രാജശ്രീയും പറയും, അനുശ്രീയെ കുറ്റപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അവളുടെ കുടുംബത്തെ എത്രമാത്രം സ്നേഹിച്ചതാ. ആ കുടുംബത്തെ പോലും വേണ്ടെന്ന് വെച്ച് നിന്റെ കൈ പിടിച്ചിറങ്ങി വന്നവളല്ലേ, അവളെ നീ ഒരിക്കലും സംശയിക്കാൻ പാടില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ അനുശ്രീ പറയും, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് സുകന്യ ചേച്ചി വന്നില്ലായിരുന്നോ? സുകന്യ ചേച്ചി വരുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് ചെറിയൊരു കരടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം അച്യുതനും അലോകും അതിനെപ്പറ്റി ചിന്തിക്കുക. തങ്ങൾ കാശ് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ സുകന്യ കയറി വന്നതും ആ കാശ് കണ്ട് ആർത്തിയോടെ നോക്കിയതും അതിൽ നിന്ന് എടുത്തതും ഒക്കെ, താൻ അവളുടെ കയ്യിൽ നിന്നും അവളുടെ അടുത്ത് കാശ് പിടിച്ചു വാങ്ങി വെച്ചതും ഒക്കെ അച്യുതൻ്റെ ഓർമ്മകളിൽ വരിക. ഇനി സുഖിനെയായിരിക്കുമോ തങ്ങളെ ചതിച്ചത്? ഞാൻ ആ കാശ് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിക്കുകയും ചെയ്തു, അതിൻ്റെ ദേഷ്യത്തിൽ അവൾ തനിക്ക് പണി തന്നതാണോ എന്ന് ചോദിക്കാം. അപ്പം അനുശ്രീക്ക് മനസ്സിലാകുന്നുണ്ട് അവർ സുഖിനെപ്പറ്റി ചിന്തിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സംശയം മാത്രമാണ്. സുകന്യ ചേച്ചിക്ക് കാശിനോടൊക്കെ നല്ല ആർത്തിയുള്ള കൂട്ടത്തിലാണ്. ചേച്ചി എന്തെങ്കിലും ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അവർ
അവർക്കിട്ട് നല്ല പണി കൊടുക്കുകയും ചെയ്യും. ദേവമംഗലത്ത് വെച്ച് ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാ. മീനു ചേച്ചിക്കൊക്കെ എത്ര തവണ പണി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ മീനു ചേച്ചിയുടെ മുന്നിൽ അതൊന്നും നടപ്പാകില്ലായിരുന്നു എന്ന് അനു വീണ്ടും പറയാം. അപ്പം ഇന്ദിരാമ്മയ്ക്കും പല കാര്യങ്ങളും മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. രണ്ടാം കെട്ടുകാരിയായിട്ടും തൻ്റെ മകൻ്റെ ജീവിതം കളഞ്ഞവളാണെന്നും അതുമാത്രമല്ല തൻ്റെ മകളുടെ കുടുംബത്തിന് ദോഷം ചെയ്യുന്ന പല പ്രവൃത്തികളും സുകന്യയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള കാര്യമൊക്കെ ഇന്ദിരാമ്മയും ഓർക്കുക. അപ്പം ഇന്ദിരാമ്മ പറയും, സുകന്യയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, അവൾ ചിലപ്പം ചതിക്കാനൊക്കെ തയ്യാറാകുന്നവളാ എന്ന് പറയാണ് കേട്ടോ. അപ്പം രാജശ്രീ പറയും, ഏയ് അവൾ അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിക്കാം. അപ്പം നന്ദിനി പറയും, സുകന്യയുടെ സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലായതല്ലേ രാജശ്രീ, കാശിനോടൊക്കെ അവൾക്ക് നല്ല ആർത്തിയുള്ള കൂട്ടത്തിലാ, ആരും നന്നാകുന്നത് അവൾക്ക് ഇഷ്ടമല്ലാത്തതാ എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇനി അവളാകുമോ എന്ന് ചോദിക്കാം. അപ്പം അനുശ്രീ പറയും, എൻ്റെ ഒരു സംശയം മാത്രമാണ്, സുകന്യ ചേച്ചി ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ദേവമംഗലത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ, അതിനുശേഷം ഇവിടെ റെയ്ഡ് നടക്കാൻ ആ ഓഫീസേഴ്സ് വരുന്നതിന് തൊട്ട് മുന്നേ വീണ്ടും എവിടെ നിന്നോലെ ഓടി വരികയും ചെയ്തു. ഞാനപ്പോൾ സുകന്യ ചേച്ചിയോട് എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഞാൻ വീട് വരെ പോയതാണെന്ന്. ഇതൊക്കെ കൊണ്ടാ എനിക്ക് സംശയം തോന്നിയത്, പോയിട്ട് വീണ്ടും ഇവിടെ ഓടി വരേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കാം. അപ്പം എല്ലാവർക്കും സുകന്യയെ തന്നെ സംശയം തോന്നുകയാണ് കേട്ടോ. അപ്പം അവൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയാം. അപ്പം രാജശ്രീയോട് അച്യുതൻ പറയും, രാജശ്രീ നീ സുകന്യയെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ എന്ന് പറയാണ് കേട്ടോ. അച്ചുവേട്ട, ഏയ് അവൾ അങ്ങനെ ചെയ്യുമോ അച്ചുവേട്ട എന്ന് ചോദിക്കാം. നമുക്ക് നോക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പം അലോകിനും സുകന്യയെ തന്നെ സംശയം തോന്നുവാണേ. അപ്പം രാജശ്രീ സുകന്യയെ വിളിച്ച് നീ പെട്ടെന്ന് കൃഷ്ണമംഗലത്തേക്ക് വരണമെന്ന് പറയാം. സുകന്യ വേഗം അവിടേക്ക് വരിക. എന്താ എല്ലാവരും എന്തെങ്ങനെ കൂടി നിൽക്കുന്നേ എന്ന് സുകന്യ അപ്പം ചോദിക്കുക. ഏയ് ഒന്നുമില്ല, അല്ല നീ തിരക്കായിരുന്നോ എന്ന് ചോദിക്കുകയോ. ഓ എന്തോന്ന് തിരക്ക്, ഇവിടെ റെയ്ഡൊക്കെ നടന്ന കാര്യം ആ ദേവമംഗലത്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷിക്കൊക്കെ ഭയങ്കര സന്തോഷമായി, അവളെ കള്ളക്കേസിൽ കുടുക്കിയത് അച്ചുവേട്ടനും അലോകും കൂടി ചേർന്നായിരുന്നല്ലോ, അതോർത്ത് അവൾക്ക് നല്ല സന്തോഷമാണ്. ഇവിടെ എന്തെങ്കിലും നഷ്ടം വന്ന കാര്യം ഓർത്തിട്ട്, പക്ഷേ ഞാൻ അവരുടെ സന്തോഷത്തിലൊന്നും നിൽക്കാൻ പോയില്ല, ഞാൻ ആ റൂമിലേക്ക് കയറി പോയി എന്ന് പറയാണ്. അപ്പം രാജശ്രീ പറയാ, അല്ല നീ ഫോൺ എടുത്തില്ലേ എന്ന് ചോദിക്കുക. എന്താ ചേച്ചി, എൻ്റെ ഈ ഫോൺ ഉണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് അച്യുതൻ ആ ഫോൺ അങ്ങ് മേടിക്കുക. എന്താ അച്ചുവേട്ടാ എൻ്റെ ഫോൺ എന്തിനാ തട്ടിപ്പറിച്ച് മേടിച്ചത് എന്ന് സുകന്യ ചോദിക്കാം. എന്നിട്ട് അച്യുതൻ ആ ഫോൺ ഓൺ ചെയ്ത് അലോകിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അലോക് പെട്ടെന്ന് തന്നെ കോൾ ഹിസ്റ്ററി എല്ലാം നോക്കുമ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സിൻ്റെ നമ്പർ അവൻ്റെ കയ്യിൽ കാണുകയാണ് കേട്ടോ. അച്ഛാ ദേ ഈ സ്ത്രീ തന്നെ അച്ഛാ നമ്മളെ ചതിച്ചത് എന്നും പറഞ്ഞ് ആ നമ്പർ എടുത്ത് കാണിക്കുക. എന്താ നിങ്ങൾ എന്താ ഈ പറയുന്നേ, ഞാൻ ചതിച്ചെന്നോ? ദേ അലോകെ വായി തോന്നിയ തോന്നിവാസം വിളിച്ച് പറയരുത്. ഓ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞാനും അച്ഛനും കൂടി ഇവിടെ ഇരുന്ന് കാശ് എണ്ണപ്പോൾ നിങ്ങൾ കയറി വന്നതേ എൻ്റെ ഓർമ്മയിൽ നന്നായിട്ടുണ്ട്. അതിൽ നിന്ന് തട്ടിപ്പറിക്കാനും നിങ്ങൾ നോക്കിയതല്ലേ, ഞങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് ഇങ്ങനൊരു പാര പണിയനായിരുന്നു സുകന്യ ചേച്ചി. ഒന്നുമല്ലേലും എൻ്റെ അമ്മയുടെ ബന്ധുവല്ലേ, നിങ്ങൾക്ക് ആ സ്ഥാനം ഞങ്ങൾ എപ്പോഴും തന്നിട്ടുള്ളതല്ലേ, നിങ്ങളുടെ കൂടി കുടുംബമല്ലേ ഇത് എന്ന് ചോദിക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ ഈ പറഞ്ഞു വരുന്നേ, ഞാനാ ഒറ്റ കൊടുത്തതെന്നോ? ദേ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട എന്താവശ്യം എനിക്കുള്ളത് എന്ന് രാജശ്രീയോട് ചോദിക്കാം. അപ്പം രാജശ്രീ പറയും, സുകന്യെ നീ ഇങ്ങനൊരു തെറ്റ് ചെയ്തത് ഒരിക്കലും ശരിയായില്ല, എൻ്റെ കുടുംബത്തെ തകർക്കാൻ നീ എങ്ങനെ തോന്നി, ഇത് നിൻ്റെ കൂടി കുടുംബമല്ലേ, ധർമ്മൻ ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പം അച്യുതന് നല്ല ദേഷ്യം വരിക. അച്യുതൻ, ദേ നിങ്ങൾ ആരും ഇവളോട് സംസാരിക്കണ്ട എന്നും പറഞ്ഞ് സുകന്യയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ചെകിടത്ത് തന്നെ ഒരു അടി കൊടുക്കുക. ഈ കുടുംബത്തെ ചതിക്കാൻ നോക്കിയിട്ട് നീ എനിക്ക് എങ്ങനെ ധൈര്യം വന്നടി ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ അഭിനയിക്കാൻ എന്ന് ചോദിക്കുക. ഇല്ല അച്ചുവേട്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഫോണിൽ നിന്ന് ഈ കോൾ എങ്ങനെയാണ് പോയതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാം. ഇതേ സമയം അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. സുകന്യ ഫോൺ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന സമയം നോക്കി അനു സുകന്യ അറിയാതെ ആ ഫോൺ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നതും എന്നിട്ട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഫോൺ വിളിക്കുന്ന കാര്യങ്ങളും എല്ലാം കടന്നു വരികയാണ്. എന്നിട്ട് ആരും അറിയാതെ ആ ഫോൺ കൊണ്ട് സുകന്യയുടെ അടുത്ത് വെക്കുന്നതും ഒക്കെ സുകന്യയെ നോക്കി അനു മനസ്സിൽ പറയും, നിങ്ങൾ എന്താ എന്നെപ്പറ്റി കരുതി വെച്ചിരിക്കുന്നത്, ഞാനൊരു പാവമാണെന്നോ, എനിക്കിട്ടും എൻ്റെ കുടുംബത്തിനും പണി തന്നിട്ട് ദേവമംഗലത്ത് ഒന്നും അറിയാതെ സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കുമായിരുന്നല്ലോ, ഇപ്പം ഇവരുമായിട്ടല്ല നിങ്ങളുടെ കൂട്ട്, ഇവർ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ചിറക്കും, ഇനി നിങ്ങളെ ഒരു രീതിയിൽ ഇവർ വിശ്വസിക്കത്തുമില്ല, ഈ കുടുംബത്തെ കയറ്റത്തുമില്ല, ആ അവസ്ഥയിൽ ഞാൻ കൊണ്ട് എത്തിച്ചില്ലേ എന്ന് അനുശ്രീ പറയാം. പെട്ടെന്ന് അനുശ്രീ വീണ്ടും കള്ളക്കണ്ണീർ ഒഴുക്കണം കേട്ടോ. കണ്ടോ ഈ സ്ത്രീയെ ഈ തെറ്റുകളെല്ലാം ചെയ്തത്, ഇവർ ഞങ്ങളുടെ കുടുംബത്തിനും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്, എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എല്ലാവരും കൂടി കുറ്റക്കാരിയാക്കി. അലോക്, നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടോ എനിക്ക് നിന്നോടുള്ള സ്നേഹം എത്രയ്ക്ക് പവിത്രമാണെന്ന്? ആ സ്നേഹത്തെ നീ ഇന്ന് ചോദ്യം ചെയ്തത്, ഇതെനിക്ക് ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, മോളെ അവൻ്റെ വിവരക്കേട് കൊണ്ട് അവൻ അങ്ങനെ ഒരു
തെറ്റ് ചെയ്തു, മോള് ക്ഷമിക്ക്, മോൾക്ക് ഈ കുടുംബത്തോടും അവനോടുമുള്ള സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മോളെ എന്ന് പറയണം കേട്ടോ. അപ്പം ഇന്ദ്രാമ്മ അലോകിനെ മുന്നിലേക്ക് ചെന്നിട്ട് പറയും, ഇപ്പം നിനക്ക് തെറ്റ് ചെയ്ത ആരാണെന്ന് ബോധ്യപ്പെട്ട എന്തിൻ്റെയും പേരിൽ അനുശ്രീയുടെ ദേഹത്ത് നീ കൈവച്ചാൽ പിന്നെ നിന്റെ സ്ഥാനം ഈ കൃഷ്ണമംഗലത്തിന് പുറത്തായിരിക്കും എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം സുകന്യാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാം. അപ്പം രാജശ്രീ കയറി വന്നിട്ട് പറയും, ഇവളെ വെറുതെ വിടരുത് അച്ചുവേട്ട എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യ പറയും, രാജശ്രീ ചേച്ചിയെങ്കിലും എന്നെ വിശ്വസിക്കുക, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? നീ ചെയ്യുവടി, നീ ചെയ്യും. പണത്തിനോടുള്ള നിന്റെ ആർത്തി എത്രത്തോളം ഉണ്ടെന്നേ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാ എന്ന് അച്യുതൻ പറയും. ഈ കുടുംബത്തെ തന്നെ ചതിച്ചിട്ട് നീ ഇനി ഈ വീടിൻ്റെ പടി കയറരുത്. ഇനി എന്ത് പേരിൻ്റെ ബന്ധത്തിൻ്റെ പേരിലാണെങ്കിലും കൃഷ്ണമംഗലത്ത് നിന്നെ കാണാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. അപ്പം പെട്ടെന്ന് ഇന്ദിരമ്മ പറയും, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ധർമ്മനെ പറ്റി ചിന്തിക്കണ്ടേ, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയാം. അത് ഓർത്തിട്ട് മാത്രം ഞാനിവളെ വെറുതെ വിടുന്നു എന്നും പറഞ്ഞ് നമ്മുടെ അച്യുതനകത്തേക്ക് കയറി പോവാണ് കേട്ടോ. എല്ലാവരുടെ വെറുപ്പ് സമ്പാദിച്ച് ഒറ്റപ്പെട്ട് സുകന്യ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമംഗലത്തെ നിന്ന് ദേവമംഗലത്തേക്ക് തന്നെ പോവാണേ. അപ്പോൾ സുകന്യയുടെ ഈ വരവൊക്കെ കാണുമ്പം നമ്മുടെ മീനു ശ്രദ്ധിക്കുന്നുണ്ട്. പോയ പോലൊന്നും അല്ലല്ലോ സുകന്യ ചേച്ചി തിരിച്ചു വരുന്നത്, മുഖത്തെന്താ കടന്നൽ കുട്ടിയോ? നല്ല പണി കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. എന്തായാലും അനുവിനെ ഒന്ന് കാണണം, അവിടെ നടന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ അവളാണോ എന്ന് ഉറപ്പായിട്ടും അറിയണം എന്നൊക്കെ മീനു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.